പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 2025 ജൂലൈ മാസം 9-ാം തീയതി, അതായത് 1200 മിഥുനമാസം 25-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ച 6:12 ആകുന്നു തൃശ്ശൂർ സൂര്യോദയം. അസ്തമയം വൈകിട്ട് 6:47 നാളെ ബുധനാഴ്ച ശുഭദിനമാണ്. പക്ഷെ സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും ബുധനാഴ്ച സഞ്ചരിക്കാറില്ല. ബുധവാരവും ശുക്രവാരവും. നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ അതിശക്തമായ മൂലം നക്ഷത്രമാകുന്നു. മൂലം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. പക്ഷേ വാങ്ങാനും കൊടുക്കാനും മൂലം നക്ഷത്രം അത്ര ശുഭമല്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മഹാ ചിത്രാജ രേവതി ആദാതവ്യം ന ദാതവ്യം തേഷന്തു വിനശ്യതി. കാർത്തിക ഭാഗ്യമുത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങൽ കൊടുക്കൽ വിഷയങ്ങൾക്ക് നല്ലതല്ല. അതിനാൽ സാമ്പത്തികമായ ഇടപാടുകൾക്ക് നാളത്തെ ദിനം അനുയോജ്യമല്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അതിശക്തമായ തിഥിയാണ്, ചതുർദശിയാണ്. പക്ഷെ അത് രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാകുന്നു. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ചതുർത്ഥി, നവമി, ചതുർദശി 4, 9, 14 തിഥികൾ അത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ദുർബലമാണ് സാമ്പത്തിക വിഷയങ്ങൾക്ക്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊന്നും നാളത്തെ ദിനം അനുകൂലമല്ല. നാളെ നിങ്ങൾക്ക് ശുഭമുഹൂർത്തം ഡോക്ടർ മാരാർജി നൽകും. നാളെ 10:12 മുതൽ 11:12 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ മറ്റ് ശുഭത്വമുളവാക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാം. വിവാഹത്തിന് ക്ഷണമാകാം, സാമ്പത്തിക വിഷയം ഒഴിച്ച്. നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മൂലം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം കേതുവാകയാൽ അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹം കേതുവാകുന്നു. അതിനാൽ നിങ്ങൾക്ക് സർപ്പക്ഷേത്രത്തിൽ നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. ആയില്യപൂജ, അല്ലെങ്കിൽ സർപ്പബലി, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹുകേതു അർച്ചന, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉത്തേജനമായി ഭവിക്കുന്നതാണ്. സർപ്പപ്രീതി ചെയ്യണം. അത് സന്താന പരമ്പരയ്ക്കും തൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് എന്ന് ആചാര്യന്മാർ വിധിക്കുന്നുണ്ട്. സർപ്പപ്രീതിയുടെ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തി. അതിനാൽ നമ്മളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും വളരെ അനുകൂലമാകുന്നു മേൽപ്പറഞ്ഞ വഴിപാടുകൾ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.